ജെറുസലേം പ്രയർ ലൈൻ 3 മിനിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും അമ്മയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്നെ എന്തേ ആരും മനസ്സിലാക്കാത്തത്, എന്നെ ആരും എന്തേ ശ്രദ്ധിക്കപ്പെടാത്തത്, എന്നെ ആരും എന്തേ സ്നേഹിക്കാത്തത്, ആത്മീയമായി ഒരു നുള്ളു പോലും എനിക്ക് വളരാൻ പറ്റുന്നില്ലല്ലോ. ഇതാ ഈശോ നമ്മോട് പറയുന്നു. ലൂക്കയുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. മകളെ, വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാനല്ല, വളരെ കുറച്ച് ദൈവീക കാര്യങ്ങൾ ചെയ്യാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവകാര്യം, ദൈവ ഇഷ്ടം മനസ്സിലാക്കാൻ ആഴമേറിയ പ്രാർത്ഥന ആവശ്യമാണ്. ആത്മീയ മനുഷ്യൻ ആലോചിച്ചല്ല തീരുമാനമെടുക്കേണ്ടത്, പിന്നെയോ പ്രാർത്ഥിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു വിവാഹാലോചനയോ ഒരു വസ്തു വാങ്ങലോ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആലോചനകളെല്ലാം പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ ദൈവം സ്വന്തമാക്കി അവരെ അനുഗ്രഹിച്ച് കൈപിടിച്ച് വളർത്തി സ്വർഗത്തിലെത്തിക്കുന്നു. നമ്മുടെ വിശുദ്ധ ഭാവത്തെയും നമ്മുടെ നിഷ്കളങ്കതയെയും വിശ്വസ്തതയെയും ആത്മാർത്ഥതയെയും സുഹൃത ജീവിതത്തെയോ ആരും മനസ്സിലാക്കുന്നില്ല എങ്കിലും ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. നിന്റെ കണ്ണുനീര്, നിന്റെ വിലാപങ്ങൾ, നിന്റെ പരിഹാസങ്ങൾ, നിന്റെ മൗന നൊമ്പരങ്ങൾ, നിന്റെ ബലഹീനതകൾ, മറ്റുള്ളവരുടെ മോശമായ പെരുമാറ്റ രീതികൾ, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയെ പറ്റി ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് പരിശോധിക്കുന്നത്. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന നല്ലവനായ ദൈവത്തിന്റെ മുമ്പിൽ നല്ലവരായി തീർന്നാൽ ധാരാളം മതി. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എത്രയെത്ര കുടുംബങ്ങൾ, ഭാര്യ ഭർത്തൃ ജീവിതങ്ങൾ, എത്രയെത്ര സുഹൃത ജീവിതങ്ങളിലൊക്കെ ദുഃഖങ്ങളും വേദനകളും സഹിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു വലിയ പറ്റം ആളുകളുണ്ട്. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടച്ചു മാറ്റണമേ. എല്ലാവർക്കും ആശ്വാസവും സ്ഥൈര്യവും ധൈര്യവും നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ഇത് ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.